സാംസ്കാരിക സംഘടനയുടെ ആഭിമുഖ്യത്തിൽ ദേവൻ കക്കാട് അനുസ്മരണം സംഘടിപ്പിച്ചു. ക്ഷേത്ര ശ്രീ കളമ്പൂർ രാമചന്ദ്രന്റെ സോപാന സംഗീതത്തിലൂടെ ആരംഭിച്ച അനുസ്മരണ ചടങ്ങ് സുപ്രസിദ്ധ കോമഡി താരവും സംവിധായകനും നടനുമായ സിജു ഇരമ്പനം ഉദ്ഘാടനം ചെയ്തു. കേരള വിഷൻ എന്നും ജനങ്ങളോടൊപ്പം. പിറവം സപ്തസ്വര കലാ സാംസ്കാരിക സംഘടനയുടെ ആഭിമുഖ്യത്തിലാണ് പിറവം വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഹാളിൽ ക്ഷേത്ര ശ്രീ കളമ്പൂർ രാമചന്ദ്രന്റെ സംഗീതത്തിലൂടെ അനുസ്മരണ ചടങ്ങിന് തുടക്കം കുറിച്ചത്. സുപ്രസിദ്ധ നാടക സിനിമാ സീരിയൽ നടനും ചാക്യാർകൂത്ത് കലാകാരനും ഭാഷാധ്യാപകനുമായ ദേവൻ കക്കാടിന്റെ 3ാം ചരമവാർഷികം സുപ്രസിദ്ധ കോമഡി താരവും സംവിധായകനും നടനുമായ സിജു ഇരമ്പനം ഉദ്ഘാടനം ചെയ്തു. ഒരു മനുഷ്യൻ ഭൂമിയിൽ നിന്ന് വിട പറഞ്ഞു പോയിട്ടും അതിന്റെ അനുസ്മരണ ദിനം എന്ന പേരില് വീണ്ടും അത് ആഘോഷിക്കുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ ഒരു സ്മരണ നമ്മളിലേക്ക് വീണ്ടും കൊണ്ടുവരിക എന്ന് പറയുന്നത് വലിയ കാര്യം തന്നെയാണ്. മരിച്ചുപോയ പല മനുഷ്യരെയും നമുക്ക് പത്രങ്ങളിലൂടെയൊക്കെ കാണാൻ കഴിയും, ചരമവാർഷികമായിട്ട് വലിയ വലിയ കോളത്തിലൂടെയും അതിലൂടെയൊക്കെ കാണാൻ കഴിയും. പക്ഷെ അനുസ്മരണ ദിനം ഇതുപോലെ നമ്മൾ ആഘോഷിക്കണമെന്നുണ്ടെങ്കിൽ അവര് നല്ല പ്രവൃത്തികളോ നല്ല ചിന്തകളോ നല്ല കാര്യങ്ങളോ ഒക്കെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവും. എന്നാൽ മാത്രം ഇതുപോലുള്ള ഒരു അനുസ്മരണ ദിനങ്ങൾ ഉണ്ടാവുള്ളൂ. പിറവം സപ്തസ്വര കലാ സാംസ്കാരിക സംഘടനാ പ്രസിഡന്റ് MV മോഹനൻ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ പത്രപ്രവർത്തകനും സാമൂഹ്യ പ്രവർത്തകനുമായ PK ഭുവനചന്ദ്രൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. അരനൂറ്റാണ്ട് കേരളത്തിന്റെ ക്ഷേത്രാനുഷ്ഠാന കലയായ മുടിയേറ്റിൽ കൂളിയായും ധാരികനുമായും കാളിയായും വേഷപകർച്ച നടത്തി 2022-23 ഫോക്ലർ അവാർഡ് ജേതാവായ KP മോഹനനെയും ദേവപ്രീതിക്കും നാടൻ കലകൾക്ക് താളാത്മകതമായി തുടികൊട്ടിപ്പാടി പ്രേക്ഷകരുടെ മനം കവരുകയും ധാരാളം ശിഷ്യഗണങ്ങൾക്ക് ഒരു വരുമാന മാർഗമുണ്ടാക്കാനും ശ്രമിച്ച PK അയ്യപ്പനെയും പിറവം സപ്തസ്വര കമ്മ്യൂണിക്കേഷന്റെ ആദരവ് നഗരസഭയുടെ വൈസ് ചെയർമാൻ KP സലീം നൽകി. ജീവിതത്തിന്റെ ദൈർഘ്യമല്ല, മറിച്ച് ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹം ചെയ്ത സേവനങ്ങളാണ് പിൻതലമുറകൾ ഏതൊരു കാലഘട്ടത്തിലും ഓർക്കുന്നത്. കവിയും കഥാകൃത്തും കടയിരിപ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഭാഷാധ്യാപകൻ അജിമോൻ കളമ്പൂർ കവിതാലാപനവും വ്യാപാരി വ്യവസായി ഏകോപന സമിതി ട്രഷറർ TR രാജൻ അനുസ്മരണാശംസയും തുടർന്ന് വിവിധ കലാപരിപാടികളും നടത്തി. ന്യൂസ് ബ്യൂറോ ഐവിഷൻ പിറവം. IT രംഗത്ത് തൊഴിലുറപ്പാക്കാം കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലൂടെ. IT മേഖലയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള 3 മാസത്തെ CCNA നെറ്റ്വർക്കിംഗ് കോഴ്സിലൂടെ നിങ്ങൾക്കും മികച്ച ജോലി കണ്ടെത്താം. നിങ്ങളുടെ കരിയർ മികച്ചതാക്കാം. ISP സാങ്കേതിക പരിശീലനവും മികച്ച സാങ്കേതിക വിദഗ്ധരുടെ സേവനവും ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബുകളും ഹോസ്റ്റൽ സൗകര്യങ്ങളും കഴിവുറ്റ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന 100% പ്ലേസ്മെന്റ് കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയെ വേറിട്ടതാക്കുന്നു. രാവിലെയോ വൈകിട്ടോ ഉള്ള ക്ലാസ് തിരഞ്ഞെടുത്ത് ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ. കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, നിയർ റെയിൽവേ സ്റ്റേഷൻ, പുതുക്കാട്.